ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ പതിവ് പോലെ തന്നെ അടുക്കളയിൽ നിന്ന് തന്നെയാണ് തുടക്കം. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി ഉണ്ടായിരുന്നില്ല. ചേട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് പൊറോട്ട മേടിക്കാമെന്ന്. അപ്പോൾ അങ്ങനെ പൊറോട്ട മേടിച്ചു. നമ്മൾ വീട്ടിൽ തന്നെ കറി ഉണ്ടാക്കുകയാണ് ചെയ്തത് കേട്ടോ. അതായത് നമ്മൾ ഒരു ചിക്കൻ കറി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല ആ നേരത്ത്. പിന്നെ ചിക്കൻ മേടിച്ചിട്ട് കറി വെക്കാൻ തന്നെ അതും പറ്റില്ല. രാവിലെ ആകുമ്പോൾ നമുക്ക് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ വീട്ടിൽ സോയയും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടൊരു കറി ഉണ്ടാക്കി. പിന്നെ നമ്മൾ കുറച്ച് പഴം ഇരുന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കറുപ്പ് കളറൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ വീട്ടിൽ എപ്പോഴും പഴം ഉണ്ടാവും. അപ്പോൾ അതും കൂടി പുഴുങ്ങി. ഇനി പൊറോട്ട തികയാത്തവർക്ക് വേണമെങ്കിൽ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അതും കൂടി ചൂടാക്കി വെച്ചിട്ട് നമ്മൾ രാവിലത്തെ പണി അങ്ങോട്ട് ഒതുക്കി വെച്ചു കേട്ടോ. പിന്നെ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നിവേദ്യം ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞാൽ എടുത്ത് ഇങ്ങനെ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അത് കഴിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്തേക്ക് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആപ്പിളും ഈത്തപ്പഴവും ബദാം പരിപ്പൊക്കെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെടുത്തിട്ട് അതിൽ നിന്നൊന്ന് ഞാൻ കഴിച്ചു. പിന്നെ എന്താ ലച്ചു അതിൽ നിന്നൊരു ആപ്പിൾ എടുത്തിട്ട് വേഗം തന്നെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അവൾ പല്ലൊന്നും തേച്ചിട്ടില്ല, പല്ലൊക്കെ തേച്ചിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് വേഗം കയ്യിലായി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അതിൽ തീർത്തൊക്കെ കുടിച്ച് പിള്ളേർക്കൊക്കെ ഉണ്ടെങ്കിൽ കുടിക്കാനൊക്കെ കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കണം ചെയ്യാം കേട്ടോ. അച്ഛനും അമ്മയൊക്കെ നേരത്തോട് കൂടിയിട്ട് തന്നെ ഭക്ഷണം കഴിച്ചിട്ട് വന്നിരുന്നു. ഇനി നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ചു. ഇത് നമ്മുടെ പഴത്തിൻ്റെ തോലാണ് കേട്ടോ. ഇത് ഞാൻ മിക്സിയിൽ അരച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കും. ഈ ഒരു വെള്ളത്തിൽ എന്ന് പറയണത് നമ്മുടെ ചായയുടെ ബാക്കിയും അതുപോലെ തന്നെ നമ്മുടെ സോയ പിഴിഞ്ഞെടുത്ത ആ ഒരു വേസ്റ്റ് വെള്ളവും പിന്നെ പരിപ്പ് കഴുകിയതും പയർ കഴുകിയതും അരി കഴുകിയതും അങ്ങനെയുള്ള വെള്ളങ്ങളൊക്കെയാണ് കേട്ടോ അത്. അപ്പോൾ അതിൽ ചേർത്തിട്ട് നമ്മൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. അതിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പിന്നീട് ഇന്ന് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പയർ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പപ്പായ നിൽക്കണ്ടല്ലോ. അപ്പോൾ അത് പപ്പായ എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടനോട് പപ്പായ പൊട്ടിച്ചിട്ട് വരാൻ പറഞ്ഞപ്പോൾ പപ്പായ പൊട്ടിക്കാൻ വേണ്ടി പോയി. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള അവസാനത്തെ കുമ്പളങ്ങിയാണ് ഇപ്പോൾ ഈ പൊട്ടിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ കുമ്പളങ്ങി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു. അങ്ങനെ പപ്പായയും കുമ്പളങ്ങിയും ഒക്കെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അടുത്ത വീട്ടിലേക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് ഈ കുമ്പളങ്ങി കൊണ്ടുകൊടുക്കാൻ പോവാണ് കേട്ടോ. 2 പപ്പായ അവർക്ക് കൊടുത്തു. ഈ പപ്പായ അപ്പുറത്തെ വീട്ടിലത്തെ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൊണ്ടു കൊടുക്കണം. അത് കൊണ്ടുകൊടുത്തിട്ട് വരാം. പിന്നീട് നമ്മളിതാ കുറച്ച് ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അലക്കാനായിട്ട്, അത് ഇട്ടു. പിന്നെ കുറച്ച് തുണികളുണ്ട് കേട്ടോ. അത് നമ്മൾ കല്ലുമ്മലാണ് വെച്ചത് കഴുകാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഞാൻ കുറേ നാളായിട്ട് വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ അവിടുന്ന് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ തല നുള്ളി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനി കുഴിച്ചിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കറ്റാർവാഴയുടെ തണ്ടിൽ നിന്ന് ഒരു കഷ്ണം പൊട്ടിച്ചെടുത്തിട്ട് അതിൽ മുക്കിയിട്ടാണ് കുഴിച്ചിടുക. അപ്പോൾ അങ്ങനെ കുഴിച്ചിടുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ ചെടികൾ എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായ ചെടികളൊന്നുമില്ല. അപ്പോൾ വളരെ കുറച്ച് ചെടികളാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തിയുടെ കളക്ഷൻസാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് നോക്കണത്. അതുപോലെ തന്നെ ഈ ഒരു ചെടിയുടെ വെറൈറ്റി കളറുകളാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ തപ്പി കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടൊന്നുമല്ല കേട്ടോ. അങ്ങനെ വല്ലയിടത്തൊക്കെ കാണുമ്പോഴും അടുത്ത വീട്ടിലൊക്കെ കാണുമ്പോഴൊക്കെ അവരോട് നിന്നൊക്കെ ഒരു കഷ്ണമൊക്കെ ചോദിച്ചിട്ടാണ് ഇപ്പോൾ കൊടുന്ന് വെക്കണത്. അപ്പോൾ അങ്ങനെ എനിക്ക് വേണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിച്ചൊരു ചെടിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളിപ്പോൾ കുറച്ച് നാളായിട്ട് എല്ലാ ആഴ്ചയിലും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാറുണ്ട് കേട്ടോ, ഞാനും നാത്തൂനും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ പോണ വഴിയിൽ അവിടെ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്ന ചെടിയാണ്. അപ്പോൾ ഒരു പ്രാവശ്യം പൊട്ടിച്ച് കൊടുന്നപ്പോൾ അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വീണ്ടും 2ാമത്തെ പ്രാവശ്യം ഞാൻ പോയി പൊട്ടിച്ചിട്ട് കൊടുന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് കൊടുത്തിട്ട് അപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് കുഴിച്ചിട്ടുണ്ടെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വിളക്ക് വെക്കുന്ന സമയത്ത് ഭഗവാന് വെക്കാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പൂക്കൾ ഉണ്ടാവുന്ന ചെടികളാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെമ്പരത്തിയൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടാവും. പിന്നെ അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അധികം ശ്രദ്ധയൊന്നും വേണ്ട, അത് ഉണ്ടാവും കാലങ്ങളോളം അത് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ടാണ് ചെമ്പരത്തിയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഇത് പിടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു ചെടി ഞാൻ കുഴിച്ചിടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറ്റാർവാഴയുടെ നീരുണ്ടല്ലോ, അതിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വെച്ചിട്ട് അത് നമ്മൾ മണ്ണിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ചെടികളും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ കൊടുന്ന് കുഴിച്ചിടാറുള്ളത്. അപ്പോൾ ഞാൻ കുത്തിയിട്ടുള്ള എല്ലാ ചെടികളും നന്നായിട്ട് തന്നെ പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓരോരോ ചെടികളും കുഞ്ഞു കുഞ്ഞേ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാൻ കൊടുന്ന് കുഴിച്ചിടുക.
അപ്പോൾ അതാണ്ട് ഇതൊക്കെ ഞാൻ അതേ രീതിയിൽ തന്നെ കുത്തിയിട്ടുള്ളതാണ്. ഈ ഒരു കറ്റാർ വാഴയിൽ മുക്കിയിട്ട് കുത്തിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. എല്ലാതും നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചെമ്പരത്തിയും അതുപോലെ തന്നെ ഞാൻ കുഴിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ തന്നെ പിടിച്ച് എൻ്റെ മുകളിൽ നിറച്ച് മുട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്പരത്തിയുടെ ഒരു കൊമ്പൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ 2-4 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എൻ്റെ കറ്റാർ വാഴയിൽ മുക്കിയിട്ട് ഇങ്ങനെ കുഴിച്ചിട്ടാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ കൂടുതൽ ആ ഒരു തലപ്പ് ഭാഗമാണ് പെട്ടെന്ന് എനിക്ക് പിടിച്ച് കിട്ടാൻ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടൊരു വെള്ള ചെമ്പരത്തിയുടെ കൊമ്പാണ് കേട്ടോ, വളരെ ചെറുതാണ്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ കുത്തിയത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു തലഭാഗമാണ് കേട്ടോ, അതും നന്നായി പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ റോസ് ചെമ്പരത്തിയുടെ കമ്പാണ് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ല, അതിൻ്റെയൊക്കെ മുള വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാതും ഇതുപോലെ കുഞ്ഞു പീസായിട്ടാണ് ഞാൻ കുഴിച്ചിടാറുള്ളത്. അപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ വേര് വന്ന് പൊടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇത് നമ്മൾ ആ ഒരു എടുത്ത് വെച്ചിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ, സോയാബീൻ്റെ ആ ഒരു പിഴിഞ്ഞ വെള്ളവും ചായപ്പൊടി ഇട്ടതും ചായയും അതുപോലെയുള്ള ആ ഒരു അടുക്കളയിലത്തെ കിട്ടുന്ന ഒരു വെള്ളമാണ്. അതിൽ നമ്മൾ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടികളുടെ ചുവടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ധാരാളം പൂക്കൾ ഉണ്ടായി കിട്ടും കേട്ടോ. അങ്ങനെ ചെടി പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കറി ഉണ്ടാക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുള്ള ഒരു പപ്പായ ഉണ്ടല്ലോ, അത് കുറച്ച് പഴുത്തതാണ് കേട്ടോ, പഴുക്കാറായതാണ്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എലിശ്ശേരി വെക്കാൻ പോണത്. അപ്പോൾ പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട്. അതിലോട്ട് നമ്മളിതാ പപ്പായ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു കാളനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ, കുമ്പളങ്ങി ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് രണ്ടിലേക്കും വേണ്ടിയിട്ടുള്ള അരപ്പ് ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ കാളന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ എലിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പപ്പായൊക്കെ വെന്ത് വന്നപ്പോൾ നമ്മൾ അരച്ചിട്ടുള്ള ആ ഒരു തേങ്ങയുടെ കൂട്ട് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ കറി ഇവിടെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എലിശ്ശേരിക്കൊക്കെ കുറച്ച് മധുരമുള്ളൊരു പപ്പായൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മത്തങ്ങയൊക്കെ ഇടുന്ന സമയത്ത് നല്ല മധുരമുള്ള മത്തങ്ങയൊക്കെ ആണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വാഷിംഗ് മെഷീനിൽ എല്ലാ തുണികളും അങ്ങനെ ഇടാറില്ല. നമുക്ക് വയ്യാന്ന് തോന്നുന്ന സമയത്ത് മാത്രം, അല്ലെങ്കിൽ കുറേ ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് മാത്രമേ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ നമ്മളിപ്പോൾ അതിലാണ് കഴുകാറ്, വാഷിംഗ് മെഷീനിലാണ് കഴുകാറുള്ളത്. അല്ലാത്ത തുണികളൊക്കെ ഈ ഒരു കല്ലുമ്മൽ തന്നെയാണ് കഴുകാറുള്ളത് കേട്ടോ. എനിക്കതാണ് ഇഷ്ടം. അപ്പോൾ നമ്മളിതാ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു കഴുകാനായിട്ട്. അതൊക്കെ കഴുകി നമ്മൾ തട്ടിൻ്റെ മുകളിലാണ്ട കൊണ്ടിടുക. അപ്പോൾ അവിടെ ഇന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിറ്റേ ദിവസം കഴുകണ തുണികളൊക്കെ കഴുകിയിട്ട് കൊണ്ടുവരുന്ന സമയത്താണ് അതൊക്കെ ഒന്ന് മടക്കി കൊണ്ടുവരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ടും ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിലോളം ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി എനേബിൾ ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും കാണുന്നതും. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അത് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടോയെന്ന് അറിയുന്നില്ല കേട്ടോ അവർക്ക്. അപ്പോൾ എല്ലാവരും അതുപോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.